എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും റിലേഷൻഷിപ്പിൽ ആയവരുമായിട്ട് മാത്രം നമ്മൾ പുറത്തു പോകണമെന്നില്ല. അതിപ്പോ ഒന്ന് രണ്ടു ദിവസം സ്റ്റേ ചെയ്താലും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവണമെന്നില്ല. ആര് തളർത്തിയാലും തളരില്ല. അതാണ് ഇപ്പൊ എന്റെ നിലപാട്. അങ്ങനെ തളർത്തുന്നവരോട് പറയണവരോട് പറഞ്ഞോട്ടോ, കുരയ്ക്കുന്നവരോട് കുരച്ചോണ്ടിരിക്കാൻ തന്നെ നടക്കുള്ളൂ. എന്റെ അടുത്ത് ആ കുരയൊന്നും നടക്കില്ല. അത് എങ്ങനെയൊക്കെ തളർത്തി, എങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ്, വേശ്യാണെന്ന് വരെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കണില്ലേ? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഷാജിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇത്തവണ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത്. 2-3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നൊരു കാര്യം, ഏതെങ്കിലും ഒരാളുടെ കൂടെ സ്റ്റേ ചെയ്താൽ പോലും അതൊരു തെറ്റായിട്ട് ഇവർ കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ പഠിച്ച ഒരു ധാർമ്മികതയുടെ ഒരു പാടുണ്ട്. ഒരു വിവാഹം കഴിക്കാത്ത ഒരാണും പെണ്ണും ഒന്നിച്ച് താമസിക്കുക എന്നുള്ളത് ഏത് സൊസൈറ്റിയിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും തലക്ക് വിവേകമുള്ള ആളുകളൊക്കെ അതൊരു മോശത്തരായിട്ടാണ് കാണാം. ഇത് ഇവർ പറയാണ് അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, അത് റിലേഷൻഷിപ്പ് പോലുമല്ല, അതിന് റിലേഷൻഷിപ്പായിട്ട് കാണണ്ട, ഒരാളെ കൂടെ സ്റ്റേ ചെയ്താൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചിന്തിക്കുന്ന പുതിയൊരു തലമുറ വളരെ നിർബന്ധം വളരുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പല വീട്ടമ്മമാരും ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇതൊന്നൊരു സാരമില്ല, ഇതൊക്കെ എന്തും ചെയ്യാം എന്നൊരു ധ്വനി പോലും അതിലുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഒരു സാധാ ഒരു വീട്ടമ്മ ഇവരെത്ര പെട്ടെന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഒരു പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. അവരാ ഒരു മഴവിൽ കേരള എന്ന് പറയുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ ആ ഒരു ഭാഗം ഒന്ന് കാണും. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും റിലേഷൻഷിപ്പിൽ ആയവരുമായിട്ട് മാത്രം നമ്മൾ പുറത്തു പോകണമെന്നില്ല. അതിപ്പോ ഒന്ന് രണ്ടു ദിവസം സ്റ്റേ ചെയ്താലും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവണമെന്നില്ല. നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണ് ചിലപ്പോൾ കൂടെ നിൽക്കുക. ഇപ്പൊ എന്റെ ഇക്ക മരിച്ചപ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ ഇക്ക മരിച്ച ടൈമിൽ ഫിനാൻഷ്യലി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഫ്രണ്ട്സും ഈ പറയുന്ന വ്യക്തിയൊക്കെ എന്നെ സഹായിച്ചത്. അപ്പൊ ഒരിക്കലും നമ്മള് റിലേഷൻഷിപ്പ് ഈ വരുന്ന ആൾക്കാരുടെ കൂടെ ഒക്കെ റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരുടെ കൂടെ ഒക്കെ റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞാൽ നടക്കില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളൊരാളുടെ കൂടെ ഒരു കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ പറയോ? നമ്മൾ പല ജോലിയുടെ ആവശ്യാർത്ഥം പലയിടത്തും പോകണമെങ്കിൽ സ്റ്റേ ചെയ്യുന്നത് പോലും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അല്ലാതെ ഒന്നിച്ചിട്ടൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിർഭയം പറയാം അതൊരു ശരിയായ വസ്തുതയല്ല. ഇപ്പോൾ പല വീട്ടമ്മമാരൊക്കെ ഇവരുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഇവർ ഈ ഇത്തരത്തിലുള്ള സ്റ്റേ ചെയ്യുന്നതിന് ഇവർ ന്യായീകരണം കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ വലിയൊരു യൂട്യൂബർ അല്ലേ, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോഴേക്കും എന്തായി? സെലിബ്രിറ്റി. ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റി തന്നെയാണ് കേട്ടോ. ഏതായാലും അവരെ ആത്മവിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ആത്മവിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്. എന്തായാലും അവർക്ക് ആളുകൾ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. അല്ലാതെ ഇനിയും അവരെ വലിയ വലിയ സെലിബ്രിറ്റി ആക്കട്ടെ. റിലേഷൻഷിപ്പ് ആവശ്യം ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ വേറുള്ള ഇപ്പൊ പോവാനോ നമുക്ക് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നില്ല. അപ്പൊ അവനായിട്ട് വേറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, എന്നായിട്ട് വേറെ ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പൊ ഇവരിനായിട്ടൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ല ഞാൻ പോയിരിക്കുന്നത്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ എറണാകുളം ഇന്റർവ്യൂസിന് വന്നു. ഇതുപോലെ എനിക്ക് ഓരോരോ ഭാഗത്ത് ചിലപ്പോ പ്രൊമോഷൻ വർക്ക്, കൊളാബ്സ് അങ്ങനത്തെ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോവേണ്ടി വരും. ആ ടൈമിലേക്ക് എനിക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണ്ട എനിക്ക് പോവാന്. ഇവൻ എന്റെ ഫ്രണ്ടാണ്. ഇവര് ഓൾറെഡി വയനാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവര് പോകണോണ്ട് ഇവരുടെ കാറിൽ ഞാൻ പോയിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവരുടെ കൂടെ എടുത്തു. പിന്നെ ഞാൻ യൂട്യൂബർ ആണ്. അപ്പൊ ഇവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ യൂട്യൂബർ ആണെന്ന് അറിഞ്ഞു. എനിക്ക് ഇത്രയും 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മള് ഒരു സെലിബ്രിറ്റിന്റെ കൂടെയാണല്ലോ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൂടുതലായിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ കാരണം. സാധാരണ പല ആളുകളും അവരുടെ വീഡിയോയിൽ റിയാക്ഷൻ ചെയ്യലുണ്ട്. ഇപ്പം എനിക്കും അവരുടെ വീഡിയോ റിയാക്ഷൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പറയേണ്ട ഒരു സാധാരണ ഒരാൾ ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്ത് കാണാം. നമ്മളൊരു തെറ്റ് ചെയ്യണത് പോലെയല്ല തെറ്റിന് നോർമലൈസ് ചെയ്യുകയും തെറ്റിന് ന്യായീകരിക്കുകയും ചെയ്യണത്. ഇപ്പം എല്ലാവരുടെ ലൈഫും ആരും പെർഫെക്റ്റായ മനുഷ്യരൊന്നുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ കള്ളു കുടിച്ചാലൊന്നും പ്രശ്നമില്ല, അതിപ്പോൾ ഏത് ആണും പെണ്ണും ഒന്നിച്ച് താമസിച്ചിട്ട് എന്താ കുഴപ്പം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. കള്ളു കുടിക്കുമ്പോൾ ഒരു സിനിമയിൽ പോലും മദ്യപിക്കുന്ന രംഗമുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന രംഗമുണ്ടെങ്കിൽ ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അവിടെ പ്രത്യേക മുന്നറിയിപ്പ് കൊടുക്കലുണ്ട്. ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഈ ഒരു സിനിമയിൽ മൃഗങ്ങളെയോ സ്ത്രീകളെയോ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല എന്നും പ്രത്യേക വാണിംഗ് കൊടുക്കലുണ്ട്. ഇതെന്തുകൊണ്ടാണത്? ഇതൊരു വലിയ പ്രശ്നങ്ങളായിട്ടുള്ളതാണ്. കാരണം മിക്ക സ്ത്രീകളും പോയിട്ട് അപകടത്തിൽ പോയി ചാടുന്നത് ഈ സ്ത്രീകളുടെ ഈ ഒരു മനോഭാവമാണ്. എനിക്ക് ആരുടെ കൂടെയും ജീവിച്ചാലൊന്നും പ്രശ്നമില്ല, എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പല കുഴപ്പങ്ങളിൽ പോയി ചാടും. ഏതായാലും തന്നെ റിയാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷാജി. അതായത് അതെനിക്കിഷ്ടമായിട്ട് അവരാ പറഞ്ഞ മറുപടി എനിക്കിഷ്ടമായി.
എന്തിനാണ് ഷാജിദ മറ്റ് അന്യപുരുഷന്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ അന്യപുരുഷന്റെ കൂടെ നിന്ന് കാശ് വാങ്ങുന്നത്, കറങ്ങുന്നത് എന്നൊക്കെ ഉള്ള വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ 15 വർഷം ഞാൻ ഒരാളുടെ കൂടെയും കറങ്ങിയിട്ടില്ല, ഒരാളുടെ കൂടെയും പോയിട്ടില്ല. എന്റെ ഇക്ക, എന്റെ മക്കൾ, ഇതായിരുന്നു എന്റെ ലോകം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ നോക്കാൻ ഈ സോഷ്യൽ മീഡിയ ആണ് എന്റെ ലോകം. സോഷ്യൽ മീഡിയയിലാണ് എന്റെ വീഡിയോസ് ചെയ്യണം, എനിക്ക് പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഫ്രണ്ട്സുകളുടെ സഹായമാണ്, ചിലപ്പോൾ അവരുടെ വണ്ടിയിൽ പോകണമെന്ന് വരും, പല കാര്യങ്ങളുണ്ടാവും. അത് എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളുടെ കൂടെ കഴിയാണ് അല്ലെങ്കിൽ വേറെയുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഇത് എന്റെ മക്കളുടെയും വയറ്റിപ്പഴുപ്പാണ്. എന്റെ മക്കളെ ഈ 5 മക്കളാണ് എനിക്കുള്ളത്. ആ 5 മക്കളും ഒരുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. അത് വെച്ചിട്ട് വേറെ രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ എത്ര യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്, യൂട്യൂബർമാർ ഇതേപോലെ തന്നെ എന്താ പറയാ ചാരിറ്റി ആയിട്ടും ബാക്കിയുള്ളതായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരിനൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഇവരൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വരുന്ന ഒരു സംഭവമാണ് ഇത്. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ തളർത്താൻ നിൽക്കരുത്. എന്നെ ഇവര് തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസ് ആയാലും ബാക്കിയുള്ളതായാലും എന്നെ ഭയങ്കരമായിട്ട് ഇവര് തളർത്തിയിടാൻ നോക്കുകയാണ്. കാരണം മുന്നോട്ട് പോലെ. പക്ഷെ ഈ തളർത്തിയിടുമ്പോൾ ഞാൻ മാത്രമല്ല തളർന്നത്, എന്റെ ബാക്കിൽ 5 പിള്ളേരും തളരുന്നുണ്ട് എന്ന് ചിന്ത വേണം ഇവർക്ക്. ആ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ തളർന്ന് എന്റെ മക്കളെ ഇവർ നോക്കുവോ? ഇല്ല. ഈ മക്കൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്തിനാണ് ഉമ്മ ഇങ്ങനെ പോകുന്നത്? ഇല്ല, എന്റെ മക്കൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അപ്പൊ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എറണാകുളത്താണ്, ഇന്റർവ്യൂലാണ് പറഞ്ഞ മക്കൾ ആയിക്കോട്ടെ, അവർക്ക് അറിയാം, അവരെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉപ്പ മരിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരെ വളർത്തുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ കുഞ്ഞു മക്കളല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ പൈസ വേണം. ഇപ്പൊ അവര് എത്തിങ്ങാനെന്ന് ഊട്ടി ടൂർ കൊണ്ടു പറഞ്ഞു. ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് വരണേ, ഞങ്ങൾക്ക് ഷട്ടർ വാങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും കാശ് വേണ്ടേ? അപ്പൊ കാശ് വേണമെങ്കിൽ ഞാൻ യൂട്യൂബ് കൊണ്ടും ചാനൽ കൊണ്ടും പ്രൊമോഷൻ വർക്കും ചെയ്താലാണ് എനിക്ക് ആ കാശ് കിട്ടുള്ളൂ. എന്നാൽ എനിക്ക് ഈ പറയുന്നവരുടെ മുന്നിലൊന്നും തളരാണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കളാണ്. അത് ഞാൻ മുന്നോട്ട് പോവുക ചെയ്യും. അത് ആര് തളർത്തിയാലും തളരില്ല. അതാണ് ഇപ്പൊ ഉള്ള എന്റെ നിലപാട്. അങ്ങനെ തളർത്തുന്നവരോട് പറയണവരോട് പറഞ്ഞോട്ടോ, കുരയ്ക്കുന്നവരോട് കുരച്ചോണ്ടിരിക്കാൻ തന്നെ നടക്കുള്ളൂ. എന്റെ അടുത്ത് ആ കുരയൊന്നും നടക്കില്ല. അത് എങ്ങനെയൊക്കെ തളർത്തി, എങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ്, വേശിയാണെന്ന് വരെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കണില്ലേ? ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ. ഒരിക്കലും ഈ 5 മക്കളെ ഇട്ടിട്ട് ഞാൻ സുഖം തേടി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയുന്നതിൽ എനിക്ക് ഒരു സത്യം ഉണ്ട് എന്ന് പറയാം. കാരണം ഈ 5 മക്കളെ വിട്ടെറിഞ്ഞിട്ട് ഇവളുടെ ഇഷ്ടത്തിന് സോഷ്യൽ മീഡിയയിലും പലതിലും കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇവള് നാട് ചുറ്റാൻ നടക്കുകയാണ്, കറങ്ങാൻ നടക്കുകയാണ്. പക്ഷെ എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണെന്നുള്ള ആ സംഭവത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആ ഒരു മക്കളുടെ മുന്നിൽ ഞാൻ എന്നും നല്ല ഉമ്മയാണ്. അത് മതി, ആ ഒരു സംഭവം മതി, ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി എനിക്ക്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും എനിക്ക് വേണ്ട. പലപ്പോഴും പല സ്ത്രീകൾക്കും കൃത്യമായിട്ട് അറിയണില്ല തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്നുള്ളത് വേറെയാണെന്നുള്ളത്. ഞാൻ ചെറിയൊരു എക്സാമ്പിളിൻ്റെ അനുഭവം പറയാം. കൊല്ലത്തുള്ള ഒരു സ്ത്രീ, കൊല്ലത്തുള്ള ആ സ്ത്രീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അകന്ന ബന്ധുവിലുള്ള ഒരാളോട് ഭയങ്കര സ്നേഹമായി. ഈ സ്നേഹം മൂത്ത് പിന്നെ ആണുങ്ങളുടെ സ്നേഹം കുറച്ചെത്തിയാൽ കാമായിട്ട് മാറും. ഈ ഒരു കാമായിട്ട് മാറി ഇവർ തമ്മിൽ അതും ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവള് ഗർഭിണിയായപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് ഗർഭിണിയായി എന്താ ചെയ്യുക, അതൊക്കെ ഒഴിവാക്കിക്കാളാം, അതൊന്നും പറ്റില്ല, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിനൊക്കെ സമ്മതിച്ചത്. പക്ഷെ ഇയാൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല. ഇത് ഗർഭിണിയായപ്പോൾ ആ വീട്ടുകാർ ആ ഒരു സ്ത്രീയുടെ മാതാക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ മാതാവും പിതാവൊക്കെ കല്യാണം കഴിക്കാത്തൊരു പെണ്ണ് ഗർഭിണി ആരാന്ന് ചോദിച്ചപ്പോൾ കാമുകന്റെ പേര് പറഞ്ഞു അകന്ന ബന്ധുവിൽ പെട്ടതാണത്. അവരാണെങ്കിൽ നല്ല സമ്പന്നരാണ്, പെണ്ണിന്റെ വീട്ടുകാർ തീരെ കാശില്ലാത്തവരാണ്. അതുകൊണ്ട് ഒരിക്കലും അയാളുടെ വീട്ടുകാർ ഇവിടെ സ്വീകരിക്കാനും തയ്യാറല്ല. അപ്പൊ ഈ ആണിന്റെ വാക്ക് വിശ്വസിച്ച് ഇവള് ഗർഭിണിയായപ്പോൾ ഇവൻ ജോലി സ്ഥലത്ത് പട്ടാളത്തിലാണ് ജോലി, ഇവൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഇവള് ഗർഭിണിയായിട്ട് ഇവള് പ്രസവിച്ചപ്പോൾ ഒരു ഇരട്ട കുട്ടികളാണ്, 2 കുട്ടികളുണ്ട്, നല്ല പൊന്നു പോലത്തെ മക്കൾ. ഇവന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം അവസാനിപ്പിക്കണം. എന്താണ് മാർഗം? കൂടെ ഇവന്റെ പട്ടാളത്തിൽ ഉള്ള വേറൊരു ഫ്രണ്ട് കണ്ണൂർക്കാരൻ, ഈ കണ്ണൂർക്കാരനോട് പറഞ്ഞു ഇതിപ്പോൾ ഒന്ന് അവസാനിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്. അങ്ങനെ ഈ പെണ്ണിന്റെ വീട്ടുകാർ കേസ് കൊടുത്തു. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. കേസ് കൊടുത്ത അവസാനത്ത് DNA ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ഇവൻ തന്നെയാണോ ചെക്കൻ? അങ്ങനെ ഇവൻ പട്ടാളത്തിൽ നിന്ന് ലീവ് കിട്ടണില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഇവന്റെ ഫ്രണ്ട് ഇവള് പ്രസവിച്ച് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നു, കഞ്ഞി കൊണ്ടുവരാനും എല്ലാ സഹായത്തിനും ആ ഫ്രണ്ടാണ്. ഫ്രണ്ട് പേരൊക്കെ മാറ്റിയിട്ടാണ് അവൾ വന്നത്, അനിൽകുമാർ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു, എല്ലാ സഹായത്തിനും വന്നു. ഇതിനിടയിൽ പ്രസവിച്ച ഈ 15 ദിവസം പ്രായമുള്ള കുട്ടിയാണ്. അന്ന് 8ാമത്തെ ദിവസം ഇവൻ ഈ കുട്ടീനെ എടുത്തിട്ട് എന്തോ ചെയ്യാൻ നോക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വന്നപ്പോൾ അമ്മക്കൊരു സംശയമായി, ഇവൻ ഈ കുഞ്ഞിനെ എന്താ കാട്ടണത് എന്നുള്ളത്. അങ്ങനെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവിച്ച 15ാമത്തെ ദിവസം ഇവൻ ഈ ഒരു ഫ്രണ്ട് ഈ ഗർഭമുണ്ടാക്കിയവൻ്റെ ഫ്രണ്ടായ കണ്ണൂർക്കാരൻ പട്ടാളക്കാരൻ ഇവളെ കഴുത്തറുത്ത് 2 കഷ്ണമാക്കി ആ കുട്ടികളടക്കം അതിഭീകരമായിട്ട് കൊന്നുകളഞ്ഞു. സുഹൃത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തിൻ്റെ ലൈഫ് നന്നാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രണയം ഒരു പെണ്ണിനുണ്ടായ ഒരു അബദ്ധത്തിൻ്റെ ഒരു ആഴം ഇവർ മുങ്ങി. ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികളിൽ ആരുമില്ല. ഇവർ നേരെ
പട്ടാളത്തിൽ നിന്ന് പല ലീവ് എടുത്ത് മുങ്ങിയിട്ട് ഇവർ പട്ടാളത്തിൽ പോയി. ഇവരെ പിന്നെ കാണാനേ ഇല്ല. 19 വർഷങ്ങൾക്ക് ശേഷം ഇവരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടിച്ചത്. പിടിച്ചതിൻ്റെ കഥയൊക്കെ വളരെ രസമാണ്. നമ്മുടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇവരുടെ ചിത്രം 19 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പോലീസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ ഓരോ ഫോട്ടോയിലും സാമ്യം ഉണ്ടോ നോക്കി. അങ്ങനെയാണ് പോണ്ടിച്ചേരിയിലുള്ള ഒരു സ്ത്രീ, ഒരു ടീച്ചർ അവരുടെ ഭർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞ ഫോട്ടോ ഇട്ടപ്പോൾ ആ ഫോട്ടോക്ക് ഇതിനോട് സാമ്യം, കൂടെയുള്ള ഒരാളുടെ ഫോട്ടോക്ക് സാമ്യം. നോക്കുമ്പോൾ ഈ രണ്ടെണ്ണം പോണ്ടിച്ചേരിയിൽ ടീച്ചറെയും കല്യാണം കഴിച്ച് സുഖസുന്ദരമായിട്ട് അവിടെ ജീവിക്കണം. 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോൾ അതാ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാലും സ്ത്രീകൾ പലപ്പോഴും ഇവരെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. എവിടെയെങ്കിലും ആരുടെയും കൂടെ സ്റ്റേ ചെയ്താലും കുഴപ്പമില്ല, സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ആ ഒരു ചിന്ത പലപ്പോഴും സ്ത്രീകൾക്ക് എപ്പോഴും ദുരന്തങ്ങളെ സമ്മാനിക്കുന്നു. ഓർമ്മപ്പെടുത്താനാണ് ഞാനിന്ന് ഈ വിഷയം പറയുന്നത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 5C ബിരുദം എന്നുള്ളതാണ്. ഇന്നലെ കണ്ണീരോടുകൂടി, കണ്ണീരിൻ്റെ സന്തോഷമുള്ള ഒരു കാഴ്ച, ആ ഒരു 5C കോളേജിൽ നിന്ന് 5C ബിരുദം വാങ്ങുമ്പോൾ നഈം ഫൈസി എന്ന് പേരുള്ള ഒരു ഉസ്താദ്, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ബിരുദം വാങ്ങുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാഹനാപകടത്തിൽ മരിച്ച നഈം ഫൈസി എന്ന് പേരുള്ള ആ ഒരു ഹാഫിളായ ഉസ്താദിന് വേണ്ടിയുള്ള സനദ് വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ചിത്രം. വളരെ വളരെ എന്താ പറയുക, അദ്ദേഹം വാങ്ങേണ്ട 5C വാങ്ങേണ്ട ബിരുദമാണ് ആ പിതാവ് ഒരല്പം കണ്ണീരോടുകൂടി പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ നിന്ന് ആ ബിരുദം വാങ്ങുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആ യോഗം ഉണ്ടായില്ല. നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ആ നഈം ഫൈസിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ കൊണ്ട് സമ്പന്നനായ ഒരു വലിയ ഹാഫിദ് കൂടിയായ പണ്ഡിതനായിരുന്നു നഈം ഫൈസി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ജിന്നുകളുമായിട്ട് ബന്ധമുള്ള ഒരു പ്രവാചകനുണ്ട്. ആ ഒരു പ്രവാചകന് വേണ്ടി ജിന്നുകൾ ഒരുപാട് കൊട്ടാരങ്ങൾ നിർമ്മിക്കാറുണ്ടായിരുന്നു. ആ ഒരു ജിന്നുകളുടെ സാമീപ്യത്തിൽ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രവാചകന്റെ വഫാത്ത് പോലും ഉണ്ടായത്. ആരാണ് ആ പ്രവാചകൻ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.